ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. ഇന്ന് നമ്മൾ GTA 5 ഒരു കല്യാണം നടത്തി കൊടുക്കാൻ പോകുന്നു ഗൈസ്. ഞാൻ പറഞ്ഞ ഉള്ളതാണ് ഗൈസ്, ശക്തിപ്പുറത്ത് പോകുന്നവൻ്റെ കല്യാണമാണ് ഗൈസ് നമ്മൾ ഇന്ന് നടത്തി കൊടുക്കാൻ പോകുന്നത് ഗൈസ്. എന്തായാലും ഉള്ള ഇതായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അതായത് ഇവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെന്തോ ഒരു ഇത് പറ്റിയാണ്. അപ്പോൾ ഇവനെ വീട്ടിൽ കൊണ്ടുപോകാൻ, ഇവന് ഡ്രസ്സ് ഇടിക്കുക, എന്നിട്ട് കാർ നമ്മൾ ഓടിച്ചിട്ട് ഇവനെ കല്യാണത്തിന് കൊണ്ടുപോകും. മനസ്സിലായോ? നമ്മൾ എന്താ ഇവനൊരു ഇവൻ നമ്മളെ കാണുന്ന ഡ്രൈവറിനെ പോലൊക്കെയാണ്. പക്ഷെ എന്തായാലും ഇവൻ്റെ ഒരു അവസ്ഥയല്ലേ, ഒരു കല്യാണമല്ലേ, നമ്മൾ സഹായിച്ചേക്കാം. അവന് അങ്ങനത്തെ ഒരു അവസ്ഥ പറ്റിയിരിക്കുന്ന സമയമല്ലേ. അപ്പം നമ്മൾ സഹായിക്കാൻ വിചാരിച്ചു ഗൈസ്. നമുക്ക് നേരായ വഴികളൊക്കെ ഉണ്ട്, പക്ഷേ നമ്മൾ ഇങ്ങനത്തെ വഴികളൊക്കെ ഉള്ളപ്പം ഇങ്ങനെയും പോകാം ഗൈസ്. ഇങ്ങനത്തെ ഒരു ബൈക്കാണ് നമ്മൾ എടുത്തത്, അതിനനുസരിച്ചുള്ള ബൈക്കും കാര്യങ്ങളാണ് നമ്മൾ എടുത്തത്. എന്തായാലും ഗൈസ് നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ ചാവാതെ ആ ഒരു മല ഇറങ്ങി വന്നത് ഏതോ ഒരു ദൈവാധീനമാണ് ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്ത മല കയറണമെങ്കിൽ സാധാരണ നമ്മൾ മാത്രം ഈ സമയത്ത് ഈ ഒരു വണ്ടി എടുത്തത്. പക്ഷെ എനിക്ക് ഇവൻ കാരണം വണ്ടി മല കയറി കേട്ടോ. ചത്തു ഇല്ല ഗൈസ്, നമ്മൾ ചത്തിട്ടൊന്നുമില്ല. ഓക്കെ, നമ്മൾ എന്നാണ് തോന്നുന്നത്. ഓക്കെ, നമ്മൾ മലയൊക്കെ കയറിയിട്ടുണ്ട്. ഇനി മല ഇറങ്ങാൻ പോകുന്നത്. മല ഇറങ്ങുമ്പോൾ കൊള്ളാം കേട്ടോ, ഇച്ചിരി സ്പീഡും നല്ല രസമാണ് ഗൈസ്. ഇങ്ങനെ കയറിയിട്ട് സംഭവം ചാടിപ്പിച്ച് ഈ ഒരു വണ്ടിയും കൂടെ ആയിരുന്നു. നമുക്ക് കാറൊക്കെ ആണെങ്കിൽ ഇതൊന്നും പറ്റൂല, ഏതെങ്കിലും ബൈക്കാണെങ്കിലും പറ്റും. ഇതാകുമ്പോൾ ഒരു നല്ല സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പറ്റിയൊരു വഴിയാണ് ഗൈസ്. പിന്നെ ഇങ്ങനത്തെ റോഡിലൊക്കെ ആണെങ്കിൽ കാറ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഗൈസ്. എന്തായാലും ഗൈസ് അതുപോലെ തന്നെ ഏതെങ്കിലും ഗെയിംസ് വേണം നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുക. അതായത് നിങ്ങൾ കമൻ്റ് ഇടുക ഗൈസ്. നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും. നമ്മുടെ PC സ്പെക്കിൽ ഓടുന്ന ഗെയിംസ് ആണെങ്കിൽ നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, നമ്മളിപ്പോൾ എൻ്റെ വീട്ടിലോട്ട് അടുക്കും ഗൈസ്. കുറച്ച് ദൂരം കൂടെ ഉള്ളൂ, പക്ഷെ എന്തായാലും ഗൈസ് അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു. നമ്മൾ ഇത്രയും മലയൊക്കെ കയറിയോണ്ടായിരിക്കും വേഗം ഷോർട്ട് കട്ടിൽ വന്ന് ഗൈസ്. ഇവിടെങ്ങാണ്ടാണ് അവൻ്റെ വീടെന്ന് പറഞ്ഞത്. ഗൈസ് പക്ഷേ ഇതിനകത്ത് ഈ വണ്ടിയുടെ പേരൊക്കെ വേറെയാ. ഓരോ ഈ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് റോയ്സ് റോയ്സ് മോഡലാണ്, പക്ഷെ ഇതിനകത്ത് വണ്ടിയുടെ പേര് വരുന്ന വേറെ പേരൊക്കെയാണ്. എന്തോ ആയാലും ആയിക്കോട്ടെ ഗൈസ്, ഇതിനകത്ത് ഒറിജിനൽ മോഡലിന് പേര് കൊടുക്കൂല. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇട്ട് ഒരു റീൽസ് ഞാൻ കണ്ടായിരുന്നു ഗൈസ്. പിന്നെയാണ് എനിക്ക് ഞാനും മനസ്സിൽ ഓർത്തൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ ഒരു കാര്യം. പക്ഷെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അത് എന്തുകൊണ്ടായിരുന്നു എന്ന് ഒക്കെ ആ ഒരു റീൽസിനകത്ത് പറയുന്നുണ്ടായിരുന്നു. പയ്യനെ കല്യാണത്തിന് കൊണ്ടാണ് വഴി മടക്കി, അതും ഒരു തെറിയും കേട്ടിട്ടുണ്ട്. ഇങ്ങനത്തമാരെയൊക്കെ എന്തിനൊക്കെ ചെയ്തു വരുന്നത് കൊന്നുവിടണം സത്യം പറഞ്ഞാല്. കാരണം നമ്മളൊരു നല്ല കാര്യത്തിനൊക്കെ പോകുമ്പോഴാണ് ഓരോരുത്തന്മാരെ വഴിയും മുടക്കി തെറിയും വിളിച്ച് ഇനിയിപ്പോ നല്ല രീതിയിൽ അവരെ കൊല്ലാൻ പറ്റും. ഒന്നും പറ്റാതെ എങ്ങും വണ്ടി ഇടിക്കാതെ അവിടെ ചെല്ലാം എന്ന് സൈഡ് ചെറുതായിട്ട് തട്ടിയോ ചെറിയൊരു സ്റ്റക്ക് ഉണ്ടല്ലേ, എനിക്കതൊരു ഫീൽ ചെയ്തു ഗൈസ്. നമ്മുടെ വണ്ടിയൊക്കെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഗൈസ് നമ്മൾ ഫാർ ക്രൈ ഗെയിംസ് ആയിട്ട് വരുന്നുണ്ട്. ഫാർ ക്രൈ 4 ആയിട്ട് ഗൈസ് ഒരു ആക്സിഡന്റ് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും കല്യാണം അത്ര വെട്ടുപ്പാവും തോന്നുന്നില്ല. അതായത് മറ്റേ ആ കാർ ഓടിച്ചിട്ടുണ്ട് നമ്മുടെ ഓപ്പോസിറ്റ് വന്ന് ഇടിച്ചവൻ ഗൈസ്. അവൻ്റെ അതൊരു തീരുമാനമായി ഗൈസ്. എന്താ പറയുക,
ഈ വണ്ടി തന്നെ ഓടിക്കണം നിർബന്ധമായിട്ട്, അതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് വേറെ വണ്ടി എടുക്കരുത്. ഇതൊരു മാതിരി ഡ്രിഫ്റ്റ് വണ്ടി വെച്ചിട്ട് നമുക്ക് ഭയങ്കര സ്കില്ലാണ് ചില വണ്ടികളൊക്കെ കയറി കഴിഞ്ഞാൽ, ഒടുക്കത്തെ സ്കില്ലും കാര്യങ്ങളും. നമ്മൾ വണ്ടിയൊക്കെ വീണ്ടും നമ്മൾ ചീറ്റ് കോഡ് യൂസ് ചെയ്ത് പണിതിട്ടൊക്കെ ഉണ്ട്, സെറ്റാണ് ഗൈസ്. ഇനി പോയി കല്യാണം അവിടെ കഴിച്ചാൽ മതി. നമ്മളിതേ പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ നിന്ന് അത്യാവശ്യം ദൂരമുണ്ട്, 1.60 സംതിങ് ഉണ്ട് ഗൈസ്. അപ്പം അത്യാവശ്യം ദൂരം പോയേ പറ്റൂ, അല്ലാതെ വേറൊരു വഴിയില്ല ഗൈസ്. സത്യം പറഞ്ഞാൽ ഫാസ്റ്റ് ട്രാവൽ ചെയ്യണം, പാർക്ക് വയ്ക്കാത്തൊക്കെ ഉള്ള പോലെ ഫാസ്റ്റ് ട്രാവൽ ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫാസ്റ്റ് ട്രാവൽ ബട്ടൺ വരും, ഫാസ്റ്റ് ട്രാവൽ എസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേ ആ സ്ഥലത്തോട്ട് ടെലിപ്പോർട്ടാവുന്നത്, ആ ഒരു സംഭവം വേണം. അതുകൊണ്ട് അടിപൊളിയായിരിക്കും ഗൈസ്. ഇതൊക്കെയാണ് ചുമ്മാ മനുഷ്യൻ എന്ന് ചെല്ലാനാ ഗൈസ്. ഓ ഗൈസ്, ചെറിയൊരു ഇത് പറ്റിപ്പോയി. അതായത് നമ്മളെ സ്പീഡിൽ പോയിട്ട് അറിയാതെ ബട്ടണിൽ കയറി ക്ലിക്ക് ചെയ്ത് വണ്ടിയിൽ എക്സിറ്റ് അടിക്കുന്നു. അതിൽ നിന്നൊക്കെ എക്സിറ്റ് ആയിപ്പോയി ഗൈസ്, ചുമ്മാ അല്ല. എന്നിട്ട് അവൻ അതിനകത്ത് തന്നെ ഇരിക്കുകയും ചെയ്തു, അവനൊരു അനക്കം പോലും ഇല്ല ഗൈസ്. ഇവനൊക്കെ എന്തോ ഇതിന് കല്യാണത്തിന് കൊണ്ടുവന്നോ, നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നു അവൻ്റെ കല്യാണത്തിന് വേണ്ടി, എന്നിട്ട് അവനൊരു അനക്കില്ല നമ്മൾ വീണപ്പോൾ. പക്ഷെ ഗൈസ് ഞാനും ആ ഒരു സമയത്ത് ചിന്തിച്ചില്ല. അടിയിലോട്ട് വരുന്നുണ്ട്. ഓ ഗൈസ്, നമ്മൾ എന്താ പറയുക, ഈ ഒരു വ്യൂവിന് ശരിയല്ല, ഈ ഒരു ഫസ്റ്റ് വേർഷൻ വ്യൂവിന് കിട്ടുന്നത് ശരിയല്ല ഗൈസ്. കാരണം ഇച്ചിരി ടാസ്ക്കാണ്. മറ്റേ ആ ബൈക്കുകാരനെ ഇടിച്ച് കൊന്നതുണ്ട്, കൊന്നിട്ടായിട്ട് മണ്ടക്കൂടെ കയറി. അപ്പോഴത്തേക്കും നമ്മൾ തെറിച്ച് അങ്ങ് തെറിച്ചു പോയി ഗൈസ്. അത്രയൊന്നും ചെയ്യണ്ടായിരുന്നു, അത്രയും തെറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തുവായിരുന്നു എടുത്ത് ചാടി, ഞാൻ വിചാരിച്ച് ചത്തുപോയി ഗൈസ്. ഓക്കെ, നമ്മൾ കല്യാണ സ്ഥലത്ത് എത്തിയെന്നാണ് ചോദിച്ചിരുന്നത്. ഓ, കല്യാണ സ്ഥലം കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ പയ്യനെ ഇങ്ങോട്ട് അങ്ങോട്ട് ഇറക്കാം. എന്താ വണ്ടി റിപ്പയർ നമ്മളെ വേഗം പോവല്ലേ, ഒരാളെ അവന്റെ മോനെ നോക്കി ഇതൊക്കെ വീണ്ടും Embarrassingly so. Way into the dark side, man. The fear had you, dude. And that was the point you thought it was a good idea to drive me into the wilderness and tie me up by myself. Not entirely sure I want. Okay, നമ്മൾ കല്യാണ സ്ഥലത്തോട്ട് ചെറുക്കന് ഭാഗ്യമില്ല, ഇവ മിക്കവാറും അവളെ കൊണ്ട് വീട്ടിൽ പോകത്തില്ല. അതിന് മുന്നേ വണ്ടി ഇടിച്ച് ആവുമെന്നാണ് തോന്നുന്നത്. ഓക്കെ, നമ്മൾ ഗൺസൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അഥവാ ഈ കല്യാണത്തിന് വന്ന് എന്തേലും ഒരിത് വന്നു കഴിഞ്ഞാൽ നമ്മൾ തോക്കെടുത്ത് വെടി വെക്കേണ്ടി വരും. പക്ഷെ അങ്ങനെ വരത്തില്ല, അത് വേറെ കാര്യം. ഓക്കെ, നമ്മൾ വണ്ടി നിർത്തി, പയ്യനിറങ്ങി ഓടിയിട്ടുണ്ട്. അവള് തിന്നുന്ന അവനെ കൊടുത്തൊരു ഷോട്ട്. സീനായി അവളൊരിക്കലും മറക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഓ, അങ്ങോട്ട് കയറിച്ചല്ല ഗൈസ്. അപ്പോൾ എന്തായാലും കൊള്ളാം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഏതെങ്കിലും ഗെയിംസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്ത്. ചെറിയൊരു മിഷനായിരുന്നു. എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. അപ്പോൾ ഓക്കെ, ബൈ.